വണ്ടികളുണ്ട്, അവർക്ക് വീടൊന്നുമില്ല. അറിയാത്ത ആന ഇവിടെ വെള്ളം കുടിക്കാൻ പറ്റും. ആന ഇറങ്ങിയാൽ വണ്ടി ഇവിടെ ഇട്ട് ഓടുക മാത്രമേ ഉള്ളൂ. വണ്ടി കൊണ്ട് പോലും ആനപ്പിണ്ടും ഫ്രഷ് ആനപ്പിണ്ട് ഇപ്പോൾ കൊടുക്കണത്. ബാക്കിൽ കുറച്ച് ബാക്കിൽ ഒരു 2 അടി പിന്നിൽ ഫ്രഷ് അതിനുള്ളിൽ എവിടെ ഉണ്ട്. ആനക്കുറ്റി അനി ബുജിവെക്ക് ചുറ്റും ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ വന്നതാ. പേടിക്കരുത്, ഒന്നും ചെയ്യരുത് കേട്ടോ, അപേക്ഷയാണ്. വെള്ളം കുടിക്കാൻ വരുവാണ്. 13 ആനയെ കണ്ടു. 13 ആന എന്നിട്ടോ ഫോട്ടോ എടുത്തിട്ട് ഉള്ളി പോയി. ശല്യമില്ലാന്ന് കേട്ടോ. ആന കണ്ടതേ പിണ്ടോ ഫ്രഷാ. ലോക്കൽ അവിടെ ഉണ്ട്. പോകുന്ന വഴിയില്ലാന്ന് മനസ്സിലായി. ആൾക്കാരൊന്നും പറഞ്ഞു. ഇനിയിപ്പോ നമ്മള് വന്ന വഴി അവിടെ കാര്യം കൊടുത്തിരിക്കൊന്നും അറിയില്ല. ഇതൊക്കെ ഇവിടെ കിടക്കണമെങ്കിൽ ആന പറഞ്ഞു. ഇപ്പൊ എങ്ങാണ്ട് ചാടി ഇറങ്ങുക അങ്ങനെ എന്തോ ചെയ്ത പോലെ മണ്ണൊക്കെ ഇളകി കിടപ്പുണ്ട്. അല്ല ഇങ്ങനെ അങ്ങനെ ഇറങ്ങുന്നില്ല, അതിനുള്ള വഴി അല്ല അല്ല ചെറിയ ഇറക്കത്തിലേ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ പുറത്ത് വീരും, പക്ഷെ ആ ഒരു എഫക്റ്റ് അവിടെ ആ പാറക്കല്ലൊക്കെ അങ്ങനെ നിൽക്കണോണ്ട് തോന്നും ആനയൊക്കെ ഉണ്ട്. പാറക്കല്ലല്ലേ വേറെ സാധനം കാണിച്ചു ചന്തി ആന. വേറൊരു പാറക്കല്ല് കാണിച്ചു തരാം. ആന അവിടെ കിടക്കണോ ഇപ്പൊ കാണിക്കാം. ഇതൊക്കെയാണ് വെള്ളം മേടിക്കാത്ത ആള് വീടുകളൊക്കെ ലെഫ്റ്റ് സൈഡിൽ മാത്രം വീടുകളൊക്കെ. ഇവിടെ താമസിക്കുന്നവർ എന്ത് ധൈര്യത്തിലാണ് താമസിക്കുന്നത് നമുക്ക് ആന മനുഷ്യന്മാരെല്ലാം ആക്രമിച്ചു. ഇവരുടെ കൃഷിസ്ഥലങ്ങളും ഇതൊക്കെ ആക്രമിക്കണം. വീടായി ചെറിയ സംഭവങ്ങൾ ചെയ്യാറുള്ളൂ ആന. അതിനാണ് ഈ മയക്കുവെടിയൊക്കെ വെക്കുന്നത്. ഇതിന് വെറുതെ അടുത്ത് കൃഷി ചെയ്താൽ പോരെ. ഇവിടെയുള്ള കാട് ശരിക്കും പറഞ്ഞാൽ ഈ സൈഡ് മൊത്തം കാടാണ്. പക്ഷെ ആനയുടെ സെറ്റ് ചെയ്ത് മൊത്തം വരും. കാണിച്ചു തരാം. മറ്റേ കമ്പി കെട്ടിയേക്കണം. ആ കിടക്കണ ആ കല്ല് നോക്കി ആന കിടക്കുന്നത്. ആ അതന്നെ ഞാൻ കഴിഞ്ഞ മണിക്കൂറിനടുത്ത് പറഞ്ഞു. മനുഷ്യരുടെ പേടിപ്പിക്കാൻ കല്ലുണ്ടാക്കി വെച്ചേക്കുന്നു. അത് അന്ന് ഞാനാ ഓടിച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനും മണിക്കൂറിനും കൂടെ ബൈക്കിൽ കയറും. അനിയയുടെ സ്കൂട്ടർ അനിയന് ഈ ഡബിൾ വയ്ക്കുന്നതിന് വലിയ താല്പര്യം. ഞാനും മണിക്കൂറിനും കൂടെ ബൈക്കിൽ പോകും. അനിയയുടെ സ്കൂട്ടർ ഇപ്പോൾ അങ്ങനെയായിരുന്നു.